പത്തനംതിട്ട പെരുന്നാടെന്ന ഗ്രാമത്തെ നടുക്കിയ സംഭവമാണ് ജിതിൻ എന്ന യുവാവിന്റെ കൊലപാതകം. കേസിൽ 24 മണിക്കൂറിനുള്ളിൽ മുഴുവൻ പ്രതികളും പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. എന്നാൽ എന്തിനാണ് 8-അംഗ സംഘം ജിതിനെ ക്രൂരമായി വെട്ടിക്കൊന്നത്? അതിനു പിന്നിൽ രാഷ്ട്രീയ വൈരാഗ്യമുണ്ടോ? CIT പ്രവർത്തകനായ ജിതിനെ BJP RSS പ്രവർത്തകർ കൊലപ്പെടുത്തിയെന്നാണ് CPMന്റെ ആരോപണം. എന്നാൽ കൊലപാതകത്തിൽ രാഷ്ട്രീയമില്ലെന്ന് പോലീസിന്റെ FIRൽ പറയുന്നു. ജിതിന്റെ സുഹൃത്ത് അനന്തുവിനെ ആക്രമിക്കാനെത്തിയപ്പോഴാണ് ജിതിന് വെട്ടേറ്റതും മരണം സംഭവിച്ചതും. ഇരു വിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിനിടെ കുത്തേറ്റാണ് CIT പ്രവർത്തകനായ ജിതിൻ കൊല്ലപ്പെട്ടത്. പെരുന്നാട് മാമ്പാറ സ്വദേശിയായ ജിതിന് ഞായറാഴ്ച രാത്രി പെരുന്നാട് മടത്തുമൂഴി കൊച്ചുപാലത്തിന് സമീപത്തുണ്ടായ സംഘർഷത്തിലാണ് കുത്തേറ്റത്. ആദ്യം പെരുന്നാട് PHCയിലും തുടർന്ന് പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഘർഷത്തിൽ മറ്റ് 2 പേർക്കും പരിക്കേറ്റു. കൊലപാതകം നടന്ന സമയം ജിതിനോടൊപ്പം ഉണ്ടായിരുന്ന വിഷ്ണുവിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. അഖിൽ, ശരൺ, ആരോമൽ എന്നീ പ്രതികളാണ് ആദ്യം പിടിയിലായത്. മുഖ്യപ്രതി വിഷ്ണു അടക്കം ബാക്കി 5 പ്രതികൾ മണിക്കൂറുകൾക്കകം പിടിയിലായി. നിഖിലേഷ്, സുമിത്ത്, മനീഷ്, മിഥുൻ എന്നിവരാണ് മറ്റ് പ്രതികൾ. കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെട്ട 5 പ്രതികൾ നൂർനാട് നിന്നാണ് പിടിയിലായത്. ഇവർ സഞ്ചരിച്ച കാറിൽ നിന്നും ആയുധങ്ങളും കണ്ടെത്തി. പോലീസ് FIRൽ കൊലപാതകത്തിന്റെ കാരണം രാഷ്ട്രീയമല്ലെന്നും യുവാക്കൾ തമ്മിലുണ്ടായ സംഘർഷമാണെന്നുമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അതേസമയം CIT പ്രവർത്തകനായ ജിതിനെ കൊലപ്പെടുത്തിയത് RSS BJP പ്രവർത്തകരാണെന്നാണ് CPM ജില്ലാ സെക്രട്ടറി രാജു അബ്രാവിന്റെ ആരോപണം. BJP RSS പ്രവർത്തകരാണ് വാക്ക് തർക്കത്തിലും സംഘർഷത്തിലും ഏർപ്പെട്ടത്. അതിനെ തുടർന്നാണ് ജിതിനെ വെട്ടി പരിക്കേൽപ്പിച്ചത്. ആഴത്തിലുള്ള മുറിവാണ്. ഇതിനെ തുടർന്നാണ് ജിതിൻ മരണത്തിന് കീഴടങ്ങിയത്. അറസ്റ്റിലായ 8 പ്രതികളും BJPയുമായി ബന്ധമില്ലാത്തവരാണെന്ന് ജില്ലാ പ്രസിഡന്റ് BA സൂരജ് പറഞ്ഞു. ചില പ്രതികൾ CITയിൽ തന്നെ ഉള്ളവരാണെന്നും BJP ആരോപിക്കുന്നു. CPMുമായിട്ടും DYFIയുമായിട്ടും ബന്ധപ്പെട്ടുള്ള ആൾക്കാരാണ് ഇതിൽ പ്രതികളായിട്ടുള്ളത്. ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മേലിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ടുള്ള നിഗൂഢമായിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതിപ്പട്ടികയിലുള്ള നിഖിലേഷ് CIT പ്രവർത്തകനാണെന്നും ഇയാൾക്കൊപ്പം ജിതിൻ മുമ്പ് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്നും നിഖിലേഷിന്റെ അമ്മയും പറഞ്ഞു. ഇന്ന് വരെ എൻ്റെ കുഞ്ഞൊരു പാർട്ടിയിൽ ഇന്നേ വരെ കൊടി പിടിക്കാൻ പോയിട്ടില്ല. ഒരു സ്കൂളിലും പോയിട്ടില്ല, ഒരു കോളേജിലും പോയിട്ടില്ല. പിന്നെ ഈ മരിച്ച പയ്യന് എൻ്റെ കുഞ്ഞിന്റെ കൂട്ടുകാരനും ഒക്കെ അവൻ്റെ കൂടെ വന്ന് തടിമുറിക്കാനും വീട്ടിൽ വന്ന് ചോറും ഒക്കെ ഉണ്ടിട്ടുള്ള പയ്യനാണ്. ജിതിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് DYFIയുടെ നേതൃത്വത്തിൽ പെരുന്നാട്ടിൽ പ്രകടനം നടത്തി. ന്യൂസ് 18 പത്തനംതിട്ട. ചാരിറ്റിയുടെയും